How to select YouTube category 2024. YouTube all category explained. ഹലോ കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് ഏത് കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? നിങ്ങളുടെ ചാനൽ ഏത് കാറ്റഗറിയിൽ ഉള്ളതാണ്? നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഏത് കാറ്റഗറിയിൽ ആണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അതിനെപ്പറ്റി നിങ്ങൾ എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട അതിനെക്കുറിച്ചുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പലർക്കും ഈ യൂട്യൂബ് കാറ്റഗറീസിനെ കുറിച്ച് അറിയാമായിരിക്കും, എന്നാൽ പല തുടക്കക്കാർക്കും ഈ യൂട്യൂബിലെ വീഡിയോ കാറ്റഗറീസിനെ കുറിച്ചോ ചാനൽ കാറ്റഗറീനെ കുറിച്ചിട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ തുടർച്ചയായിട്ട് മിസ്സ് ചെയ്യാതെ കാണുക. കാരണം ഈ വീഡിയോ വന്നിട്ട് ഒരുപാട് ലെങ്തി ആയതുകൊണ്ട് ഞാൻ 2 ഭാഗങ്ങളായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം പാർട്ട് 1 ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള രണ്ടാമത്തെ ഭാഗം സെക്കൻഡ് പാർട്ട് വന്നിട്ട് നാളെ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ യൂട്യൂബിൽ വന്ന് ഏകദേശം ഒരു 15ഓളം കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഒരു കാറ്റഗറി നമ്മളുടെ ചാനലിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എല്ലാവരും വന്നിട്ട് യൂട്യൂബിൽ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മളതിൽ വീഡിയോസൊക്കെ ഇടുന്നു. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഓരോ കാറ്റഗറിയിലും ഉൾപ്പെടാത്ത ഒരു ചാനലായിട്ട് നമ്മൾക്ക് നമ്മുടെ ചാനലിനെ മുൻപോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മളുടെ ചാനലിൽ റെക്കമെൻഡേഷനും അതുപോലെ ടാർഗറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റും ഒക്കെ നമ്മുടെ വീഡിയോയിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ചാനലിന് കറക്റ്റായിട്ടുള്ള ഒരു കാറ്റഗറി എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം. അങ്ങനെ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരു ചാനലായിരിക്കണം നമ്മളുടേത്. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു കാറ്റഗറി നമ്മളുടെ ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലിന് വന്നിട്ട് റീച്ചും റെക്കമെൻഡേഷനും ഒക്കെ നല്ല കൂടുതലായിട്ട് തന്നെ വരും. മാത്രവുമല്ല നമ്മുടെ വീഡിയോസിന് നമ്മളുടെ ചാനലിന് നല്ല ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാനും മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലുകാർക്ക് സാധിക്കും. അപ്പോൾ കറക്റ്റായിട്ടുള്ള കാറ്റഗറി ആണോ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോകൾക്ക് കാറ്റഗറി നമ്മൾക്ക് തെറ്റായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിലോ ഇല്ല കാറ്റഗറീസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലോ അതും നമ്മൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് എഡിറ്റിംഗ് വഴി നമ്മളുടെ വീഡിയോസിൻ്റെ കാറ്റഗറി നമ്മൾക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാം. നമ്മളുടെ ചാനലിൻ്റെ ഡീഫോൾട്ട് കാറ്റഗറി നമ്മൾക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ ചാനലിൻ്റെ കാറ്റഗറി ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനാണ് എവിടെയാണ് നമ്മൾ പോകേണ്ടതെന്ന് നമ്മൾക്ക് ആദ്യം നോക്കാം. അപ്പോൾ നമ്മളുടെ ചാനലിൻ്റെ കാറ്റഗറി ഡീഫോൾട്ടിൽ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി സെറ്റിംഗ് ഓപ്ഷനിലോട്ട് പോകണം. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ സെറ്റിംഗ് ഓപ്ഷൻ ഒരു സിമ്പിൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ താഴെ ഇടതു ഭാഗത്തായിട്ട് നമ്മൾക്കൊരു സെറ്റിങ്ങിൻ്റെ ഒരു സിമ്പിൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഓപ്ഷനിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് പോയാൽ അതിൽ ജനറൽ, പിന്നെ ചാനൽ, അതും കഴിഞ്ഞാൽ അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്നിങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ വന്നിട്ട് നമ്മൾ ഈ അപ്ലോഡ് ഡിഫോൾട്ട് എന്ന ഓപ്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതിൽ നമുക്ക് ബേസിക് ഇൻഫോർ, അഡ്വാൻസ്ഡ് സെറ്റിംഗ് എന്നിങ്ങനെ പല ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഡ്വാൻസ് സെറ്റിങ്ങിൽ പോയിട്ട് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ആ പേജിൽ തന്നെ കാറ്റഗറി എന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് കാണിച്ചു തരാം, നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കാറ്റഗറിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ കുറേ അധികം കാറ്റഗറീസ് വന്നിട്ട് അതിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു കാറ്റഗറിയും ഇല്ലാത്ത ചാനലാണ് നമ്മളുടേതെങ്കിൽ നമ്മൾക്കതിൽ നൺ എന്ന് കൊടുക്കാം. NONE നൺ, അതായത് ഒന്നുമില്ല, ഒരു കാറ്റഗറി ഇല്ല എന്നർത്ഥം. പക്ഷേ ഒരിക്കലും നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്യാനേ പാടില്ല. എപ്പോഴും നമ്മളുടെ ചാനലിനെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കണം. പിന്നെ ഈ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് എന്ന് ഡിഫോൾട്ടിൽ മിക്കവാറും പേര് അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. പിന്നെ എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് അത് മാറ്റാം. എന്തുകൊണ്ടാണ് ഈ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് എന്ന കാറ്റഗറിയിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് സംശയമുള്ള കണ്ടൻറ്റ്, അതായത് നമ്മൾ ഏത് രീതിയിലുള്ള കണ്ടൻറ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് നമ്മൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും
യോജിച്ച ഒരു ഡീഫോൾട്ട് സെറ്റിംഗ് ആയിരിക്കും പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് എന്നുള്ളത്. പിന്നീട് നമ്മളുടെ വീഡിയോസിൻ്റെ തീം അനുസരിച്ചിട്ടോ ടോപ്പിക് അനുസരിച്ചിട്ടോ നമുക്ക് നമ്മളുടെ കാറ്റഗറി വന്നിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചാനൽ കാറ്റഗറൈസ് ചെയ്താൽ ഇല്ലെങ്കിൽ നമ്മുടെ ചാനൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാൽ നമ്മളുടെ വീഡിയോസ് വന്നിട്ട് യഥാർത്ഥ ഓഡിയൻസിലേക്ക് എത്തിച്ചേരാനായിട്ട് കൂടുതൽ ചാൻസസ് ഉണ്ടായിരിക്കും. മാത്രവുമല്ല യൂട്യൂബിനും അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രധാന ബെനിഫിറ്റ് വന്നിട്ട് അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ വന്നിട്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളുടെ ചാനൽ വന്നിട്ട് ഒരു കുക്കിംഗ് ചാനലാണെന്നിരിക്കട്ടെ. അപ്പോൾ ഫുഡ്, ഈ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ്, ഈ സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ളവരുടെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ യൂട്യൂബ് വന്നിട്ട് നമ്മളുടെ ചാനലിലോട്ട് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഒരു ഓട്ടോമൊബൈലിനെ കുറിച്ചിട്ട് ചെയ്യുന്ന ചാനലാണെങ്കിൽ കാർ ആക്സസറീസ് ഉണ്ടാക്കുന്ന കമ്പനി, ഇല്ലെങ്കിൽ കാർ കമ്പനി കൊടുക്കുന്ന പരസ്യങ്ങൾ, പിന്നെ ഒരു പുതിയതായിട്ടൊരു കാറോ എന്തെങ്കിലും വെഹിക്കിളോ ലോഞ്ച് ചെയ്യുമ്പോഴേക്കോ അങ്ങനെ ഉള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ അത് വന്നിട്ട് യൂട്യൂബ് നമ്മളുടെ ചാനലിലോട്ട് തന്നെ കൊടുക്കും. ഇപ്പോൾ നിങ്ങൾ സ്പോർട്സ് കാറ്റഗറിയിലുള്ള ഒരു ചാനലാണ് ചെയ്യുന്നതെങ്കിൽ അധികവും ഈ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ആയിരിക്കും നമ്മളുടെ ചാനലിലേക്ക് വരുന്നത്. അങ്ങനെ പ്രത്യേക ഓഡിയൻസിനായി ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ ആ കാറ്റഗറിയിൽപ്പെട്ട ചാനലിലേക്കായിരിക്കും അങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് യൂട്യൂബ് കൊടുക്കുക. അപ്പോൾ വീഡിയോ നമ്മളിങ്ങനെ കാറ്റഗറി ചെയ്യുമ്പോൾ നമ്മൾക്ക് റവന്യൂ കൂടുന്നതിനേക്കുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ കണ്ടൻറ്റ് ഏത് വിഭാഗത്തിൽ പെടുന്നതാണെന്ന് നമ്മൾക്ക് യൂട്യൂബിനെ അറിയിക്കണ്ടേ. അപ്പോൾ അങ്ങനെ അറിയിക്കാനുള്ള ഒരു സെറ്റിംഗ് അല്ലെങ്കിൽ ഒരു സംവിധാനം ആണ് ഇത് ചാനലിൻ്റെയോ വീഡിയോയുടെ കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോസ് വന്നിട്ട് യഥാർത്ഥ ഓഡിയൻസിലേക്ക് എത്തിച്ചേരാൻ ഇതൊരു കാരണമാണ്. മാത്രവുമല്ല ഈ ടാർഗറ്റ് ചെയ്തിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഓഡിയൻസിന് വരാനും അത് വളരെ ഉപകാരപ്രദമാണ്. ഇനി ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരും. അതായത് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞു ഏതാണ്ട് ഒരു 15ഓളം കാറ്റഗറീസാണ് യൂട്യൂബ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി വന്നിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ കാറ്റഗറീസ് എന്താണെന്നുള്ളത് ഒന്നൊന്നായിട്ട് പറയാം. അതുപോലെ ഈ വീഡിയോസ് കാറ്റഗറി ചെയ്യുക എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മൾക്ക് തോന്നുമെങ്കിലും ഈ പലർക്കും വീഡിയോസ് വന്നിട്ട് അവരുടെ വീഡിയോസിനെ കുറിച്ച് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ധാരാളം സംശയങ്ങളുണ്ട്. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ വന്നിട്ട് ഓരോ കാറ്റഗറി എന്താണെന്നും അതിൻ്റെ കണ്ടൻറ്റ് എന്ത് തീമിലുള്ള വീഡിയോസാണ് നമ്മൾ അതിൽ നമ്മുടെ ചാനലിന് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തേണ്ടത്, അപ്പോൾ അതിന് ഉദാഹരണ സഹിതം, പിന്നെ നമ്മൾക്ക് അത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് ഞാൻ അത് രണ്ടാമത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് അടുത്ത ദിവസം ഞാൻ വന്ന് നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ യൂട്യൂബിൻ്റെ ചാനൽ കാറ്റഗറി അല്ലെങ്കിൽ വീഡിയോസിൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമേ അല്ല. വളരെ ഗൗരവമായിട്ട് തന്നെ നമ്മളത് കണ്ടിട്ട് നമ്മളുടെ ചാനലിന് നിങ്ങൾ ഇതുവരെയും കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ ഉടനെ ചെയ്യുക. അപ്പോൾ അത് ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് വഴി കാണിച്ചു തരാം. അപ്പോൾ നാളെ എന്നും ഞാൻ പറയാറുള്ളത് പോലെ രാവിലെ 9 മണിക്ക് തന്നെയാണ് ഞാൻ വീഡിയോസ് പബ്ലിഷ് ചെയ്യാനായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബെസ്റ്റ് ടൈം ടു പോസ്റ്റ് എ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോയ്ക്ക് വളരെ നല്ലൊരു റെസ്പോൺസാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയത്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ ഒപ്പം എൻ്റെ ഈ യാത്രയിൽ കൂടെ ഉണ്ട് എന്ന് കമൻസ് വഴിയൊക്കെ അറിയിച്ചിരുന്നു. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഒരു ഫാമിലിയായിട്ട് മുമ്പോട്ട് പോയി ഒരു ദിവസം വിജയത്തിലോട്ട് എത്തുക തന്നെ ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ ഈ യാത്രയിൽ എല്ലാവരും എൻ്റെ കൂടെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം എൻ്റെ ഒപ്പം കാണുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ ഞാൻ ഇനി നേരെ ഈ സ്ക്രീൻ റെക്കോർഡിങ്ങിലോട്ട് ഈ കാറ്റഗറി എന്ന് പറയുന്ന ഓപ്ഷൻ എവിടെയാണ് കാണാൻ പറ്റും എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം ഞാൻ 9 മണിക്ക് നിങ്ങളെ കാണുന്നത് വരെ ബൈ. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അതിൽ സെറ്റിങ്സിൽ പോകുമ്പോഴേക്കും
അതിൻ്റെ താഴെ നമുക്ക് ഈ അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് അഡ്വാൻസ് സെറ്റിങ്സിലോട്ട് പോകുമ്പോൾ കാറ്റഗറി ഓപ്ഷൻ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.